Hi friends, Assalamu alaikum. Welcome back to Thaslees kitchen. ഇന്ന് ഞാനൊരു ഡബിൾ മിക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ദഹബിൻ്റെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന ദഹബി മിക്സ് വെച്ച് എങ്ങനെ ഡബിൾ മിക്സ് തയ്യാറാക്കുന്നത് നോക്കാം. ഇൻസ്ട്രക്ഷൻ അതിൻ്റെ പുറകിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അത് നോക്കിയിട്ടാണ് തയ്യാറാക്കുന്നത്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഡബിൾ മിക്സിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. റെഡിമെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ അകത്ത് തന്നെ ഒരു ഈസ്റ്റിൻ്റെ പാക്കറ്റും കൂടി കാണാം, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതും കൂടി ഇട്ടതിന് ശേഷം ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 3 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചൊരു തിക്കായ രീതിയിലായിരിക്കണം ഇതിൻ്റെ മിക്സ് തയ്യാറാക്കേണ്ടത്, ലൂസായി പോകാൻ പാടില്ല. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തത്. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി നല്ല തിക്കായി കട്ടയില്ലാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മിക്സായി നമ്മൾ ഡോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായി അടച്ചതിന് ശേഷം ഒരു നനഞ്ഞ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഇതിനെ കവർ ചെയ്യാം. മിനിറ്റ് ആയിട്ടുണ്ട്. ഡോവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്നെല്ലാം മിക്സ് ചെയ്തെടുക്കാം. സ്പാച്ചില വെച്ചൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നന്നായി മിക്സായി കിട്ടും. അല്ലെ കൈക്കൊക്കെ ഇങ്ങനെ ഒട്ടാതിരിക്കാൻ ഇതുപോലെ സ്പാച്ചില വെച്ചിട്ടാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഡോവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഡോവ് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലോട്ടേക്ക് മാറ്റാം. ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇതേപോലെ പൈപ്പിംഗ് ബാഗ് വെച്ചെടുത്തതിന് ശേഷം ഡബിൾ മിക്സിൻ്റെ ഡോവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതെങ്ങനെ ചുട്ടെടുക്കുന്നത് നോക്കാം. ഒരു പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ആവശ്യമുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അതിനുശേഷം ഇതിൻ്റെ ഈ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചെറുതായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ബൗൾസ് ആക്കിയിട്ട് ആണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായി കുക്ക് ചെയ്ത് വരാൻ വേണ്ടി ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഉള്ള ഒരു സ്വീറ്റ്സ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് ആണിത്. അറബികളെ വീട്ടിലൊക്കെ അധികം ഉണ്ടാക്കുന്നതാണ് അവർ. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കൈവച്ച് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ പൈപ്പിംഗ് ബാഗിലാവുമ്പോൾ കറക്റ്റ് ബോൾസ് നമുക്ക് കിട്ടും. എല്ലാം ഈക്വൽ ആയിട്ടുള്ള ബോൾസ് തന്നെ ആയിരിക്കും.
നന്നായി ഗോൾഡൻ കളർ ആയതിനു ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഡബിൾ മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഹണിയോ ഡേറ്റ് സിറപ്പോ ആണ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ ടേസ്റ്റ് ആണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സ്വീറ്റ്സ് ആണിത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് കളർ എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. വളരെ ഈസിയായി തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല സ്വീറ്റ്സ് ആണ്. ഒരു അറബിക് സ്വീറ്റ്സ് ആണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം, അതുകൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ഇനി ഒരു പുതിയ വീഡിയോസായി കാണുന്നവരെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.